ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഗെറ്റ് അവൺ പ്രോപ്പർട്ടി സിംബൽസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. കൊടുക്കുന്ന ഒബ്ജക്റ്റിന്റെ എല്ലാ സിമ്പിൾ പ്രോപ്പർട്ടീസും ഒരു അറയിലായി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഒരു എംപ്റ്റി അറയിൽ എല്ലാ പ്രോപ്പർട്ടികളുടെയും സിമ്പിൾ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു വേരിയബിൾ നെയിം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്കൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം അതിന് അവിടെ വെച്ച് അവസാനിപ്പിക്കാം, സെമിക്കോളം വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഈക്വൽ ടു, എന്നിട്ട് നമ്മളിവിടെ വന്ന് സിമ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. സിമ്പിൾ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എ എന്നിട്ട് കൊടുത്തു. ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ നമ്മൾ എ എന്ന് കൊടുത്ത രൂപത്തിൽ തന്നെ ബി എന്നും നമ്മളൊരു സിമ്പിൾ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്നും ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇവിടെ വന്നൊരു കോൺസ്റ്റ് ഒബ്ജക്റ്റ് സിമ്പിൾ, അതായത് പുതിയൊരു കോൺസ്റ്റന്റ് വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ കോൺസ്റ്റ് എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു വേരിയബിൾ നെയിം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കോൺസ്റ്റ് സിമ്പിൾ എന്താണോ ഇഷ്ടമുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് അവൺ പ്രോപ്പർട്ടി സിംബൽസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത എന്താണോ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ രണ്ടാമത് കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക, ഒബ്ജക്റ്റ് സിമ്പിൾ. അതിനുശേഷം നമ്മളൊരു ലെങ്ത് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ഒന്നും വരില്ല, കാരണം നമ്മളിത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത് കൺസോൾ ലോഗിലാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് കൺസോൾ ഓപ്പൺ ചെയ്താൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ ആയിട്ട്, അതായത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത് 0 ആണ്. അതായത് ഇതിന് നമുക്ക് സിംബൽസ് ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന് 0 കാണിച്ചു തരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന ഒരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം അതിന് നമ്മൾ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ എ ഇട്ടതിന് ശേഷം സിമ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു എ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ ബി എന്നും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ബി സിമ്പിൾ എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബി എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് അല്ലെങ്കിൽ സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അറേൻ്റെ പേര് നമ്മളിവിടെ ആദ്യം തന്നെ ഒബ്ജക്റ്റ് 1 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒബ്ജക്റ്റ് 1 അറേ ആകുമ്പോൾ നമുക്ക് അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഏതാണോ വാല്യൂ, അതായത് അറേ നെയിം എന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇവിടെ വന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു വാല്യൂ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ക്യാരി എന്നൊരു വാല്യൂ ആണ് ചേർത്ത് കൊടുത്തത്. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്നൊരു അറേ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് 2 എന്നും ഇതിന് നമ്മൾ ബി എന്നുമാണ് പേര് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്തൊരു വാല്യൂ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മാരി എന്നുള്ളൊരു വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊരു പുതിയൊരു കോൺസ്റ്റന്റ് വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് സിമ്പിൾ എന്നൊരു വേരിയബിളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് സിമ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു
ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഓൺ പ്രോപ്പർട്ടി സിംബൽസ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ആദ്യം തന്നെ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു, സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത് കൊടുത്ത ഒബ്ജക്റ്റ് സിമ്പിൾ, അതായത് ഒബ്ജക്റ്റിന്റെ പേര് കോൺസ്റ്റന്റ് വേരിയബിളിന്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. ഡോട്ട് അതിന്റെ ലെങ്ത് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ വന്ന് ലെങ്ത് എന്നും ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നു ഇതിലൊരു 8ാമത്തെ ലൈനിൽ ഒരു എറർ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 8ാമത്തെ ലൈൻ, ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളിവിടെ ഈ കോൺസ്റ്റന്റ് എന്താണോ ക്രിയേറ്റ് ചെയ്തത് അതേ പേര് തന്നെ ആയിരിക്കണം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റിന്റെ പേര് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കോൺസ്റ്റന്റ് പേരായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് ഒബ്ജക്റ്റ് 1 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ 1ാമത്തെ അറേന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ എന്താണോ കൊടുത്തത് അതന്നെ ആക്കി മാറ്റാം. എന്നിട്ട് ഒന്നുകൂടി ഇത് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന്റെ ആൻസർ നമുക്കിവിടെ വന്ന് 9ാമത്തെ ലൈനിലും അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതേ രൂപത്തിൽ നമുക്ക് 2ാമത്തത് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ നേരെ താഴെ ഇതിന് ഒബ്ജക്റ്റ് 2 എന്ന പേരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് 2 എന്നും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് 1 എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കൺസോളിൽ പോകുമ്പോൾ നമുക്കിവിടെ വന്ന് വാല്യൂ അതിൻ്റെ ഉള്ളിൽ ഏതാണോ നമ്മൾ കൊടുത്ത് എത്രയാണോ അറേൻ്റെ ലെങ്ത്ത് അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര വാല്യൂ ആണോ അറേൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.